മെക്സവനുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ അത് തുടങ്ങി വെച്ചത് CPM നേതാക്കളാണ്. പക്ഷേ അവർ തന്നെ ഇപ്പോൾ മലക്കം പറയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ മതഭീകര ശക്തിക്ക് മുന്നിൽ വീണ്ടും മുട്ടുമടക്കുന്നു CPM എന്ന് മനസ്സിലാക്കാം. മെക്സവൻ വിഷയത്തിൽ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ മലക്കം മറിച്ചിലിന് പിന്നിൽ മതഭീകര ശക്തികളാണ്. മെക്സവന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ആരോപണം ഉന്നയിച്ചതോടെ പാർട്ടിയിലും P. മോഹനൻ ഒറ്റപ്പെട്ടിരുന്നു. ആരും പിന്തുണയ്ക്കാൻ എത്താത്തതും നിലപാട് മാറ്റത്തിന് പിന്നിലുണ്ട് എന്നാണ് അറിയുന്നത്. നമുക്കിതൊന്ന് ചോദിക്കാം. ഗോകുൽ K. വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, നമസ്തേ. കഴിഞ്ഞ ദിവസം P. മോഹനൻ തന്നെയാണ് ഈ സംശയം ആദ്യം ഉന്നയിച്ചത്. സംശയമെന്നല്ല, വ്യക്തമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. തുടർന്ന് അതിന് പിന്നാലെ ബാക്കിയുള്ളവർ കൂടുതൽ അന്വേഷിക്കുന്നതും എല്ലാവർക്കും ഇത്തരത്തിലുള്ള സംശയങ്ങൾ തോന്നുന്നതും അത് വലിയ വിവാദമാകുന്നതും. പക്ഷേ പാർട്ടിയിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയത് ഒരുപക്ഷെ CPM എടുക്കുന്ന ഒരു പൊതു നിലപാടിൽ അദ്ദേഹം പെട്ടുപോയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൃത്യമായ ഒരു ഇൻഫർമേഷൻ ആ തരത്തിൽ അദ്ദേഹത്തിന് പാസ് ചെയ്യപ്പെട്ടിരിക്കാം എന്ന് കരുതേണ്ടിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഈ മെക്സവനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉയരുന്നതിനെ തുടർന്ന് ഉന്നത കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമൊക്കെ ഇപ്പോൾ മെക്സവനെതിരെ വ്യാപകമായി നടക്കുന്നുണ്ട്. ഈ മെക്സവൻ എന്നൊരു പേര് ആദ്യം പുറത്തേക്ക് വന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള P. മോഹനൻ മാസ്റ്റർ കണ്ണൂർ തളിപ്പറമ്പിൽ നടത്തിയ CPMന്റെ ഏരിയ സമ്മേളനത്തിൽ ഇവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ്. ആ വീഡിയോ ദൃശ്യങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തന്റെ നാട്ടിൽ, അതായത് കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി, കക്കോടി ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇപ്പോൾ അതിരാവിലെ ഒരു വ്യായാമ കൂട്ടായ്മ രംഗത്ത് വന്നിരിക്കുന്നു. അവരിങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആളുകളെ ചേർത്താണ് ഈ വ്യായാമ കൂട്ടായ്മകളിലേക്ക് ആളുകളെ പങ്കെടുപ്പിക്കുന്നത്. ഇതിനെതിരെ ഒരു അന്വേഷണം വേണമെന്ന് ആ പ്രദേശത്തെ പ്രാദേശികമായിട്ടുള്ള CPM സഖാക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരം താൻ അന്വേഷിച്ചു, സൂക്ഷ്മമായി തന്നെ അന്വേഷിച്ചു എന്നാണ് P. മോഹനൻ മാസ്റ്റർ പറഞ്ഞത്. അത്തരത്തിലുള്ള അന്വേഷണം എത്തിപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കലിലാണ്. വീണ്ടും അന്വേഷണം നടത്തിയപ്പോൾ അതിനു പിന്നിൽ, അതായത് വ്യായാമ കൂട്ടായ്മയിലേക്ക് ആളുകളെ ചേർക്കാൻ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിനായി കണ്ടെത്തിയത് പോപ്പുലർ ഫ്രണ്ടുകാരായിട്ടുള്ള ആളുകളെയാണ്. അവരെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് ജമാഅത്തെ ഇസ്ലാമിയും എന്നുള്ള രൂക്ഷമായ വിമർശനമായിരുന്നു P. മോഹനൻ മാസ്റ്റർ രംഗത്ത് വെച്ചത്, മുന്നോട്ടേക്ക് വെച്ചത്. അതേസമയത്ത് തന്നെ AP സമസ്തയിലെ നേതാക്കളായിട്ടുള്ള മുഹമ്മദ് അലി കിനാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വ്യായാമ കൂട്ടായ്മക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ചയായി. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CPMനകത്ത് P. മോഹനൻ മാസ്റ്റർ പറഞ്ഞ അദ്ദേഹത്തിന്റെ വാദത്തിന് പിന്തുണ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം തന്റെ മുൻ നിലപാടിൽ നിന്ന് മലക്കമറിയുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് താൻ ആരോപണം ഉന്നയിച്ചത് മെക്സവനെ കുറിച്ചല്ല എന്നായിരുന്നു. എന്നാൽ തളിപ്പറമ്പിലുള്ള പ്രസംഗം കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് അത് മെക്സവനെ കുറിച്ച് മാത്രമാണ്. കാരണം അതിരാവിലെ ഇത്തരത്തിലൊരു വ്യായാമ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന സംഘം ഇപ്പോൾ മെക്സവൻ മാത്രമാണ്. അത് അടുത്തിടെ വളർന്നു വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അടുത്തിടെ ഇത്തരത്തിൽ വ്യാപകമായി മലബാർ മേഖലയിൽ വേരൂന്നിട്ടുള്ള ഒരു പ്രസ്ഥാനം മെക്സവൻ മാത്രമാണ്. എന്നാൽ ഇന്നലെ അദ്ദേഹം തിരുത്താനിടയായ സാഹചര്യം സൂക്ഷ്മമായി പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPയും ഒക്കെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് P. മോഹനൻ മാസ്റ്റർ രംഗത്ത് വരികയും എന്നാൽ അദ്ദേഹത്തിന്റെ ആ വിമർശനത്തിന് CPMനകത്ത് പിന്തുണ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ INLന്റെ നേതാവായിട്ടുള്ള, ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടുള്ള INLന്റെ നേതാവായിട്ടുള്ള അഹമ്മദ് ദേവർകോവിലൊക്കെ ഇതിനെതിരെ, അതായത് മെക്സവൻ നല്ല കൂട്ടായ്മയാണ് എന്ന ആരോപണവുമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായമായ രംഗത്തൊക്കെ വരുന്ന സമയത്ത് ഇടതുമുന്നണിക്കകത്തും CPMനകത്തും P. മോഹൻ മാസ്റ്റർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മലക്കം മറിച്ചിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല ഒരു വർഷത്തിനകത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാൻ വേണ്ടി പോകുന്നു. CPMന്റെ ഇടതുമുന്നണിയുടെ ചരിത്രമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇടതുമുന്നണിക്ക് ജമാഅത്തെ ഇസ്ലാമിയൊക്കെയുമായിട്ട് സഖ്യമുണ്ടാക്കുകയും അത് പരസ്യമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ പ്രസ്താവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 1996 നരസിംഹറാവു സർക്കാരിനെതിരെയുള്ള ഇടതുമുന്നണിയുടെ പ്രക്ഷോഭത്തിന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചതിനെ CPMന്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയിൽ പ്രകീർത്തിച്ചുകൊണ്ട് ലേഖനം എഴുതിയ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി CPMന് പിന്തുണ പ്രഖ്യാപിച്ചതായിട്ട് മുഖ്യമന്ത്രി, അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയതാണ്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തും പൊന്നാനിയിലും ഒഴികെയുള്ള ബാക്കി 18 മണ്ഡലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി CPMന് ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഇടതുമുന്നണി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 124 നിയമസഭാ മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ CPMനുണ്ടായിരുന്നു എന്ന് പറഞ്ഞതും CPMന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്നെയാണ്. ഈ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് അവൈധ്യമായിട്ടുള്ള ബന്ധം ചരിത്രത്തിൽ CPMനുണ്ട്. അടുത്ത ദിവസം തന്നെ, അല്ലെങ്കിൽ ഒരു വർഷത്തിനകം തന്നെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരാൻ വേണ്ടി പോകുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനും എതിരെയുള്ള ആരോപണങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരെയുള്ളതായി മാറുമോ എന്ന ആശങ്ക CPMനകത്ത് ഉടലെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള ഒരു ആശങ്ക ഉടലെടുത്തതിന്റെ ഭാഗമായിട്ട് വേണം P. മോഹനൻ തന്റെ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞത് എന്ന
എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നിരീക്ഷിക്കേണ്ടത്. കാരണം മുസ്ലിം വോട്ടുകൾക്കൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ് കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിലെ ബഹുഭൂരിപക്ഷ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ നിർണ്ണയിക്കുന്നത് മുസ്ലിം സമുദായമാണ്. പോപ്പുലർ ഫ്രണ്ടിനെയും ജമാഅത്തെ ഇസ്ലാമിക്കും എതിരെയുള്ള വിമർശനങ്ങൾ പൊതുവെ മുസ്ലിങ്ങൾക്കെതിരെയുള്ളതായി മാറുമോ എന്നൊരു ആശങ്ക CPM-ന്റെ ജില്ലാ ഘടകത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന ഘടകത്തിലോ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലായിട്ട് വേണം ഈ പി മോഹനൻ ഈ രീതിയിൽ മെക്സവനെതിരെയുള്ള ആരോപണത്തിൽ നിന്ന് മലക്കം മറിഞ്ഞത് എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് നിരീക്ഷിക്കാൻ. കാരണം മെക്സവനുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുകയും അതിനെ തുടർന്ന് കേന്ദ്ര ഏജൻസികളും ഉന്നത പോലീസ് മേധാവികളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ആ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് തന്റെ നിലപാടിൽ നിന്ന് മലക്കം മറിയാൻ വേണ്ടി പി മോഹനൻ തയ്യാറായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടില്ല. അല്ലെങ്കിൽ മെക്സവനെ ഇത്തരത്തിൽ തീവ്രവാദ ആശയം ഉള്ള ആളുകൾ മെക്സവനിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച ഒരു വിശദീകരണം, ഒരു തീർപ്പ് ഈ അന്വേഷണ ഏജൻസികൾ നൽകിയിട്ടില്ല. അതിനു മുമ്പേ തന്നെ പി മോഹനൻ ഈ രീതിയിൽ ഒരു മലക്കം മറിഞ്ഞത് തീവ്രവാദ ശക്തികൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന നിലപാടാണ് എന്നൊരു ആരോപണം ശക്തമായി മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞു. BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം മോഹനൻ പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ, അതായത് ഈ മെക്സവനെ കുറിച്ചല്ല താൻ പറഞ്ഞത്, അതിലേക്ക് നുഴഞ്ഞു കയറുന്ന തീവ്രവാദ ശക്തികളെ കുറിച്ച് ജാഗ്രത വേണമെന്നാണ് എന്ന് പറയുമ്പോഴും തന്റെ നിലപാടിൽ നിന്ന് പൂർണ്ണമായിട്ടും മോഹനൻ പുറകോട്ട് വന്നിട്ടില്ല. പക്ഷേ CPM-നകത്ത് അദ്ദേഹത്തിന് പിന്തുണ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഇടതുമുന്നണിയിലെ ആരും രംഗത്ത് വരാത്തൊരു സാഹചര്യമുണ്ട്. അത് CPM-ന്റെ മുൻ നിലപാടുകളാണ്. അല്ലെങ്കിൽ CPM ജമാഅത്തെ ഇസ്ലാമിയുമായി ഒക്കെ ആയിട്ട് പോയ വർഷങ്ങളിൽ തിരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ്. ആലപ്പുഴയിലൊക്കെ നമ്മൾ കണ്ടതാണ് SDPI ഒക്കെ ആയിട്ട് ബന്ധമുള്ളതിന്റെ പേരിൽ ഷീദ് മുഹമ്മദ് എന്ന് പറയുന്ന CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയൊക്കെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിലൊക്കെ SDPI-യുമായി ചേർന്ന് നഗരസഭ ഭരണം കൈയാളുന്നു എന്ന ആരോപണങ്ങൾ ശക്തമാണ്. അത്തരത്തിലുള്ള ബന്ധങ്ങൾ SDPI-ആയിട്ടും ജമാഅത്തെ ഇസ്ലാമി ഒക്കെ ആയിട്ടും CPM-ന് ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ CPM-ന്റെ ഒരു നേതാവ് രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. അടുത്ത തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിമർശനം സംഘടനയ്ക്ക് ദോഷകരമാകുമോ എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പി മോഹനൻ ഈ രീതിയിലുള്ള ഒരു മലക്കം മുറിച്ചിലുകൾക്ക് തയ്യാറായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ.